ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. കുഞ്ഞുമക്കൾക്ക് എല്ലാവർക്കും സുഖമാണോ? എല്ലാവർക്കും സുഖമാണ് അല്ലേ? സന്തോഷമാണോ? സന്തോഷമാണെങ്കിൽ ടീച്ചറിനെ ഒന്ന് കൈ ഉയർത്തി കാണിച്ചേ. സന്തോഷം അല്ലേ? എല്ലാവരും കൈ ഉയർത്തി കാണിക്കുന്നുണ്ട്. ഇനി നമ്മൾ ഈശോയെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പഠിക്കും. ശ്രദ്ധിച്ചിരിക്കണം. ഒത്തിരി കാര്യങ്ങൾ നമ്മൾ പഠിക്കണം അല്ലേ? ഇനി ഈശോയെക്കുറിച്ചും കൂടെ നമുക്ക് സ്നേഹിക്കണം. ഇത്തിരി അധികം കൂടി നമുക്ക് ഇന്ന് ഈശോയെ സ്നേഹിക്കണം. അതിനുവേണ്ടി നമുക്കൊന്ന് പ്രാർത്ഥിച്ചൊരുങ്ങാം. റെഡിയല്ലേ? ഓക്കെ, നമുക്ക് പ്രാർത്ഥിക്കാം. എങ്ങനെ പ്രാർത്ഥിക്കണം? കൈകൾ കൂട്ടിപ്പിടിക്കണം, കണ്ണുകൾ അടയ്ക്കണം, ഈശോയെ മനസ്സിലോർക്കണം. ഈശോയുടെ മുഖത്തേക്ക് നോക്കി ജസ്റ്റ് ചൊല്ലുന്ന പ്രാർത്ഥനയ്ക്കൊപ്പം നിങ്ങളും പ്രാർത്ഥിച്ച് ഈശോയോട് പ്രാർത്ഥിക്കണം. സ്നേഹനിധിയായ എൻ്റെ നല്ല ഈശോയെ, കുഞ്ഞായ എന്നെ ഒരുപാട് അനുഗ്രഹിച്ച് വളർത്തുന്നതിനെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. ഇന്ന് ഈശോയെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പഠിക്കാൻ ഞങ്ങളുടെ ബുദ്ധിയെയും മനസ്സിനെയും എല്ലാം ഈശോയെ പ്രകാശിപ്പിക്കണമേ. പരിശുദ്ധാത്മാവിനെ ഞങ്ങൾക്ക് തരണമേ. ആത്മാവിനാൽ നിറഞ്ഞ് ഈശോ ആഗ്രഹിക്കുന്ന വിധത്തിൽ നല്ല കുഞ്ഞുങ്ങളായി വളരുവാൻ ഞങ്ങളെ എല്ലാവരെയും പഠിപ്പിക്കണമേ. പരിശുദ്ധ അമ്മേ, ഞങ്ങളുടെ സഹായമായി അമ്മ എപ്പോഴും ഈ കുഞ്ഞുമക്കളുടെ കൂടെ ഉണ്ടായിരിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കഴിഞ്ഞ ആഴ്ച നമ്മൾ എന്താ പഠിച്ചതെന്ന് കുഞ്ഞുമക്കൾ ഓർക്കുന്നുണ്ടോ? നമ്മൾ 14-ാം പാഠം പഠിക്കാൻ തുടങ്ങിയായിരുന്നു അല്ലേ? നമുക്ക് വേണ്ടി മരിച്ച ഈശോയെക്കുറിച്ചാണ് നമ്മൾ പഠിച്ചത്. ഈശോയോട് കുറച്ചും കൂടെ സ്നേഹമൊക്കെ തോന്നുന്നുണ്ടോ ഇപ്പോൾ? ഉണ്ടല്ലേ? നമുക്ക് വേണ്ടി വേദനകൾ സഹിച്ച് മരിച്ച ഈശോയെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ ആഴ്ച പഠിച്ചു. ഇന്ന് ഈശോയെക്കുറിച്ച് നമ്മൾ കൂടുതൽ കാര്യങ്ങൾ പഠിക്കാൻ പോവാം. അതിന് മുമ്പ് സിസ്റ്റർ കൊച്ചു കഥ നിങ്ങൾക്ക് പറഞ്ഞുതരാം. കഥ ഇഷ്ടമാണോ? ഇഷ്ടമല്ലേ? അപ്പോൾ ഒരു ചെറിയ കഥ നമുക്ക് കേൾക്കാം. ശ്രദ്ധിച്ച് കേൾക്കണം. പണ്ട് ഒരു നല്ലൊരു പൂന്തോട്ടം ഉണ്ടായിരുന്നു. പൂന്തോട്ടത്തിൽ 2 വണ്ടുകളുണ്ടായിരുന്നു. ഒരു ആൺവണ്ടും ഒരു പെൺവണ്ടും. ഇവരിങ്ങനെ സന്തോഷത്തോടെ പല ചെടികളുള്ള, പലതരത്തിലുള്ള പൂക്കളുള്ള, പലതരത്തിൽ നിറങ്ങളുള്ള പുഷ്പങ്ങളുള്ള ഈ തോട്ടത്തിലെ ഏറ്റവും സന്തോഷത്തോടെ ജീവിക്കുകയായിരുന്നു. ഇവർ ഭയങ്കര സ്നേഹമായിരുന്നു. ഒരിക്കലും വഴക്കുണ്ടാക്കത്തില്ല. നന്നായി സ്നേഹിച്ച് പങ്കുവെച്ച് നല്ലവരായിട്ട് ജീവിക്കുകയായിരുന്നു. അങ്ങനെ ഒരു ദിവസം ഈ ആൺവണ്ട് പെൺവണ്ടിൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഞാനാണ് നീ എന്നെ സ്നേഹിക്കുന്നേക്കാൾ നിന്നെ ഞാനാണ് കൂടുതൽ സ്നേഹിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പം പെൺവണ്ട് പറഞ്ഞു, അങ്ങനെയല്ല, ഞാനാണ് നീ എന്നെ സ്നേഹിക്കുന്നേക്കാൾ നിന്നെ കൂടുതൽ സ്നേഹിക്കുന്നത് ഞാനാ. അങ്ങനെ 2 പേരും കൂടെ തീരുമാനിച്ചു, എന്നാൽ നമുക്ക് ആരാ കൂടുതൽ സ്നേഹിക്കുന്നതെന്ന് നോക്കാം. അങ്ങനെ അവർ പറഞ്ഞു. പിറ്റേ ദിവസം പ്രഭാതത്തിൽ ഒരു റോസച്ചെടിയിലെ മനോഹരമായ ഒരു റോസമുട്ടിനെ നോക്കി പറഞ്ഞു, ആ റോസമുട്ട് വിടരുമ്പോൾ ആരാണോ ആദ്യം പ്രഭാതത്തിൽ ആ റോസപ്പൂവിൽ ഇരിക്കുന്നതായി കാണുന്നത് അവരാണ് കൂടുതൽ സ്നേഹിക്കുന്നത്. അങ്ങനെ 2 പേരും അന്ന് രാത്രി ഉറങ്ങാനായിട്ട് പോയി. പിറ്റേ ദിവസം പ്രഭാതത്തിലില്ലേ, നമ്മുടെ പെൺവണ്ട് വേഗം നല്ല മിടുക്കിയായിട്ട് ഓടി ഈ പുഷ്പത്തിൻ്റെ അടുത്തേക്ക് ചെന്നു. എനിക്ക് ആദ്യം അത്തിലിരിക്കണം, ഞാനാ കൂടുതൽ സ്നേഹിക്കുന്നതെന്ന് അവൻ അറിയണം. അങ്ങനെ പെൺവണ്ട് ഓടി ആ പുഷ്പത്തിൻ്റെ അടുത്ത് ചെന്നപ്പം കണ്ടതെന്താണെന്ന് നിങ്ങൾക്കറിയണോ? ആൺവണ്ട് തലേ ദിവസം രാത്രി തന്നെ ആ കൊച്ചു പൂമുട്ടിൻ്റെ ഉള്ളിൽ കയറി അവിടെ ഇരുന്നു. അങ്ങനെ ശ്വാസം കിട്ടാതെ ആ ആൺവണ്ട് അവിടെ ഇരുന്ന് മരിച്ചു. ഇത് കണ്ട് പെൺവണ്ട് വിചാരിച്ചു, ശരിയാണ്, ഇവനാണ് എന്നെ കൂടുതൽ സ്നേഹിച്ചത്. അതായത് സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ജീവൻ കൊടുക്കാൻ തയ്യാറായ ആൺവണ്ടിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് കേട്ടത് അല്ലേ? അപ്പോൾ സിസ്റ്റർ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് എന്താണെന്ന് നിങ്ങൾക്കറിയാവോ? ഈ വണ്ടുകളേക്കാൾ കൂടുതലായി പീഡക സഹിച്ച് നമുക്ക് വേണ്ടി മരിച്ച ഒരു ഈശോയെക്കുറിച്ചാണ് ഇന്ന് നിങ്ങൾ പഠിക്കാനായിട്ട് പോകുന്നത്. നോക്കിയേ, ഈശോ ഒരുപാട് വേദനകൾ സഹിച്ചു എന്നാണ് നമ്മൾ പഠിച്ചല്ലേ? കഴിഞ്ഞ ആഴ്ചത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു, നിശബ്ദനായി എനിക്ക് വേണ്ടി സഹിച്ച എൻ്റെ ഈശോയെക്കുറിച്ചാണ് നമ്മൾ പഠിച്ചതല്ലേ? ആ ഈശോയെ പാവം ചെയ്ത് ഞാൻ ഒരിക്കലും വേദനിപ്പിക്കത്തില്ല, സങ്കടപ്പെടുത്തില്ല എന്നൊരു തീരുമാനം നമ്മൾ എടുത്തായിരുന്നു. അത് ഈ ആഴ്ചയിൽ നമുക്ക് ജീവിക്കാൻ പറ്റുമോ? ചിലരൊക്കെ കൈപൊക്കുന്നുണ്ട്. പറ്റിയല്ലേ? മിടുക്കരാണേ നിങ്ങൾ. അപ്പോൾ ഇല്ലേ, ഈ ഈശോ കുരിശിൽ മരിക്കുന്നതിനെ കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എത്ര മണിക്കൂർ ഈശോ കുരിശിൽ കിടന്നെന്നാണ് നമ്മൾ പഠിച്ചേ? 3 മണിക്കൂർ അല്ലേ? 3 മണിക്കൂർ പീഡകൾ സഹിച്ച് വേദന സഹിച്ച് ഈശോ ആ കുരിശിൽ കിടന്നു. ഈശോ ആ കുരിശിൽ കിടക്കുന്ന സമയത്ത് വലിയൊരു കാര്യം സംഭവിച്ചു. എന്താണെന്ന് നിങ്ങൾക്കറിയാവോ?
തന്നെ പേടിപ്പിച്ചവർക്ക് വേണ്ടി ഈശോ പ്രാർത്ഥിച്ചു. തന്നെ വേദനിപ്പിച്ചവർക്ക് വേണ്ടി ഈശോ പ്രാർത്ഥിച്ചു. അതാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. എന്താണെന്നറിയാവോ? ലൂക്കായുടെ സുവിശേഷം 23-ാം അധ്യായം 34-ാമത്തെ തിരുവചനത്തിൽ പറയുകയാണ്, പിതാവേ ഇവരോട് ക്ഷമിക്കണമേ. ഈശോയുടെ പ്രാർത്ഥന എത്ര മനോഹരമായ പ്രാർത്ഥനയാണെന്ന് നോക്കിക്കേ. തന്നെ സങ്കടപ്പെടുത്തിയവർ, വേദനിപ്പിച്ചവർ, ചമ്മട്ടി അടുപ്പിച്ചവർ, തലയിൽ മുൾമുടി ധരിപ്പിച്ചവരോടൊക്കെ ഈശോ ക്ഷമിച്ച് പിതാവായ ദൈവത്തോട് പ്രാർത്ഥിക്കുക. ഈശോ എന്താ പ്രാർത്ഥിച്ചത്? ഏത് തിരുവചന പ്രാർത്ഥിച്ചത് നമ്മളിപ്പോൾ പഠിച്ചേ? ലൂക്കായുടെ സുവിശേഷം 23-ാം അധ്യായം 34-ാം തിരുവചനം. ഏത് വചനമാ? പിതാവേ ഇവരോട് ക്ഷമിക്കണമേ. അങ്ങനെ ഈശോ പ്രാർത്ഥിച്ച് അന്ന് ആ കുരിശിൽ ഈശോ നമുക്ക് വേണ്ടി മരിച്ചു. ഈശോ മരിച്ച ദുഃഖ വെള്ളിയാഴ്ച എന്ന് നമ്മൾ പറയാറുണ്ട് അല്ലേ? ഈശോ മരിച്ച ആ ദിവസം പീഡാനുഭവ വെള്ളിയാഴ്ചയായി നമ്മൾ കരുതുന്നു. ഒപ്പം തന്നെ നമ്മൾ ഏത് വെള്ളിയാഴ്ച എന്ന് പറയുന്നത്? ദുഃഖ വെള്ളിയാഴ്ച എന്ന് നമ്മൾ പറയും. ദുഃഖ വെള്ളിയാഴ്ച ഏതെങ്കിലും ദിവസം പള്ളിയിൽ പോയി നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ഉണ്ടല്ലേ. അപ്പം ദുഃഖ വെള്ളിയാഴ്ചയാണ് ഈശോ നമുക്ക് വേണ്ടി മരിച്ചത്. എന്നാണ് മരിച്ചത്? ദുഃഖ വെള്ളിയാഴ്ചയാണ് ഈശോ നമുക്ക് വേണ്ടി മരിച്ചത്. ഈശോ നമുക്ക് വേണ്ടി മരിച്ചു. ഈശോ തന്നെ പീഡിപ്പിച്ചവർക്ക് വേണ്ടി ഈശോ എന്ത് ചെയ്തു? പ്രാർത്ഥിച്ചു. ഈശോയുടെ ഈ മരണം ഒരു കൊച്ചു വീഡിയോയിലൂടെ നമ്മളിപ്പോൾ കാണാനായിട്ട് പോവുക. ശ്രദ്ധിച്ച് കാണണേ, ടീച്ചർ ചോദിക്കും. ഗാഗുൽത്തായിലെത്തിയപ്പോൾ അവർ അവന്റെ കൈകൾ കുരിശിൽ തറച്ച് ഉയർത്തി നിർത്തി. ഉയർത്തി നിർത്തൂ. അവർ രണ്ടു കുറ്റവാളികളുടെ നടുവിൽ യേശുവിനെ കുരിശിൽ തറച്ചു. യഹൂദരുടെ രാജാവായ നസ്രായൻ യേശു എന്ന് കുരിശിനു മുകളിൽ എഴുതി വെച്ചു. അവനെ നോക്കൂ, അവൻ മറ്റുള്ളവരെ രക്ഷിച്ചു, സ്വയം രക്ഷിക്കാൻ അറിയില്ല. നീ ദൈവപുത്രനാണെങ്കിൽ കുരിശിൽ നിന്നും സ്വയം ഇറങ്ങി വരിക. പിതാവേ, ഇവർ ചെയ്യുന്നതെന്തെന്ന് ഇവരറിയാത്തതിനാൽ ഇവരോട് ക്ഷമിക്കണമേ. ഒരു ഭടൻ ഞാങ്ങണയിൽ തുണി ചുറ്റി വിനാഗിരിയിൽ മുക്കി യേശുവിന് കുടിക്കുവാൻ കൊടുത്തു. യേശു അത് രുചിച്ചു നോക്കി. എല്ലാം പൂർത്തിയായി. പിതാവേ, നിന്റെ കൈകളിൽ ഞാൻ എൻ്റെ ആത്മാവിനെ സമർപ്പിക്കുന്നു. ഇത് പറഞ്ഞിട്ട് നസ്രായനായ യേശു അവസാന ശ്വാസം വലിച്ചു. അയാൾ സത്യമായും ദൈവപുത്രനായിരുന്നു. കുറച്ചു കഴിഞ്ഞ് ഭടന്മാർ യേശുവിന്റെ മുറിവ് കുത്തിനോക്കി അവൻ മരിച്ചെന്ന് ഉറപ്പുവരുത്തി. റോമാക്കാരുടെ തലവനായ പീലാത്തോസ് യേശുവിന്റെ ഭൗതിക ശരീരം കുരിശിൽ നിന്ന് ഇറക്കി അത് മറവ് ചെയ്യാനായി ബന്ധുക്കളെ ഏൽപ്പിക്കണമെന്ന് കൽപ്പിച്ചു. വീഡിയോ കണ്ടോ നിങ്ങൾ? ഇഷ്ടമായോ? ഇഷ്ടമായല്ലേ? ഈശോയോട് ഇച്ചിരി കൂടെ സ്നേഹം തോന്നിയോ? ഈശോ ഒരുപാട് വേദന സഹിച്ച് മരിക്കുന്നത് നമ്മളിപ്പോൾ കണ്ടതല്ലേ? ഈശോയിട്ട് പ്രാർത്ഥിച്ചു, എന്താ? പിതാവേ ഇവരോട് ക്ഷമിക്കണമേ എന്ന്. നമ്മൾ ഇനി പഠിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് നിങ്ങൾക്കറിയാവോ? നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയാണ് ആര് കുരിശ് മരിച്ചത്? ആരാ കുരിശ് മരിച്ചേ? ഈശോ കുരിശിൽ മരിച്ചത്. നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി ഈശോ കുരിശിൽ മരിച്ചുവെങ്കിൽ, നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി ഈശോ മറ്റുള്ളവരെ ക്ഷമിച്ചുവെങ്കിൽ, ക്ഷമിച്ച് എന്താ ഈശോ പ്രാർത്ഥിച്ചേ? പിതാവേ ഇവരോട് ക്ഷമിക്കണമേ. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? മറ്റുള്ളവരോട് ക്ഷമിക്കണം അല്ലേ? ഈശോ നമ്മളോട് പറയാ, നമ്മളെ ചിലപ്പോൾ സങ്കടപ്പെടുത്തുന്നവരുണ്ടാകും, വഴക്ക് പറയുന്നവരുണ്ടാകും, നമ്മളെ ഉപദ്രവിക്കുന്നവരുണ്ടാകും, നമ്മളോട് ചോദിക്കാതെ നമ്മുടെ സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് പോകുന്നവരുണ്ടാകും, വീട്ടിൽ കുഞ്ഞനുജനും ചേട്ടനും ചേച്ചിയൊക്കെ കാണും, അവരൊക്കെ ചിലപ്പോൾ നമ്മളോട് വഴക്കൊക്കെ പറയുന്നവരുണ്ടാകും. അപ്പോൾ അവരോടൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? ക്ഷമിക്കണമെന്നാണ് ഈശോ നമ്മളെ ഇന്ന് പഠിപ്പിച്ചത്. നമ്മുടെ കൂടെ ജീവിച്ച ഒരു കുഞ്ഞു വിശുദ്ധിയുണ്ട്. ആരാന്നറിയാവോ? വിശുദ്ധ മരിയ ഗുരേത്തി. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ആരാ? വിശുദ്ധ മരിയ ഗുരേത്തി. മരിയ ഗുരേത്തിയുടെ ജീവിതം ഇല്ലേ,
ഈശോ ജീവിച്ചതുപോലെ തന്നെയായിരുന്നു. ഈശോ കുരിശിൽ പറഞ്ഞതുപോലെ മരിയകുര്യത്തി തൻ്റെ ശത്രുവിനോട്, വേദനിപ്പിച്ചവനോട് ക്ഷമിച്ചു. ആശുപത്രി കിടക്കുന്ന സമയത്ത് അടുത്ത് വന്ന തൻ്റെ വൈദികനോട് മരിയകുര്യത്തി പറയുന്ന ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയാവോ? ഞാൻ അലക്സാണ്ടറിനോട് ക്ഷമിച്ചു. ഈശോ ചെയ്തതുപോലെ മരിയകുര്യത്തി ചെയ്തപ്പം മരിയകുര്യത്തി ആരായിത്തീർന്നു? വിശുദ്ധിയായിട്ട് തീർന്നു. നോക്കിയേ, ഈശോ ചെയ്തതുപോലെ ഈശോ പറയുന്ന അനുസരിച്ച് നമ്മളും ചെയ്താൽ നമ്മളും ആരായിത്തീരും? വിശുദ്ധരായിത്തീരും. മരിയകുര്യത്തിക്ക് വിശുദ്ധിയാകാമെങ്കിൽ നമുക്കും ആകത്തില്ലേ? ആകാല്ലേ? അപ്പം ഈ കൂട്ടത്തിൽ വിശുദ്ധനും വിശുദ്ധയുമാകായിട്ട് തയ്യാറായിട്ടുള്ളവരൊന്ന് കൈ ഉയർത്തിക്കേ. എല്ലാവർക്കും ഇഷ്ടമല്ലേ? അങ്ങനെ നമ്മൾ വിശുദ്ധരായിട്ട് തീരണം. മറ്റുള്ളവരോട് നമ്മൾ പറയുകയും ചെയ്യണം വിശുദ്ധരാണെന്ന്. അപ്പം നമുക്ക് ഈശോ ജീവിച്ചതുപോലെ, ഈശോ നമ്മളോട് പറഞ്ഞതുപോലെ നമ്മുടെ കൊച്ചു കൊച്ചു വേദനകളൊക്കെ വരുമ്പം പരാതിയൊന്നും ഇല്ലാതെ അതിനെ സ്വീകരിക്കണം. മമ്മിയുടെ അരിശവും ദേഷ്യമൊക്കെ വരുമ്പോൾ മനസ്സിൽ പെട്ടെന്ന് ഓർക്കണം. എന്താ ഓർക്കേണ്ടത്? ഈശോ പറഞ്ഞത് ഓർക്കണം. പിതാവേ, ഇവരോട് ക്ഷമിക്കണമേ, അല്ലേ? മമ്മിയോട് ക്ഷമിക്കണമേ എന്നോർത്ത് നമ്മൾ മമ്മിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അപ്പം നമുക്ക് നല്ല കുഞ്ഞായിട്ട് വളരാനായിട്ട് പറ്റും. അതുകൊണ്ട് നമുക്ക് മനസ്സിൽ ഉറപ്പിക്കാം 1-2 കാര്യം. എന്താണ്? വേദനകളും സഹനങ്ങളും രോഗങ്ങളും വരുമ്പോൾ ഈശോയെപ്പോലെ ഞാനത് സഹിക്കാനായിട്ട് തയ്യാറാകും. ആരും റെഡി? യെസ്, റെഡിയാ അല്ലേ? 2ാമത്തെ കാര്യം മനസ്സിലോർക്കുക. എന്താണ്? ഈശോ തന്നെ പീഡിപ്പിച്ചവരോട് ക്ഷമിച്ചതുപോലെ നമ്മൾ എന്ത് ചെയ്യണം? മറ്റുള്ളവരോട് ക്ഷമിക്കണം. ആരും റെഡി? യെസ്, റെഡിയാണല്ലേ? പിന്നെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്നറിയാവോ? പാപം ചെയ്യാതെ ജീവിക്കണം. പാപം ചെയ്ത് ഈശോയെ വേദനിപ്പിക്കരുത്. ഈശോയെ നമുക്ക് വേണ്ടി മരിച്ച ഈശോയോട് സ്നേഹവും നന്ദിയുമൊക്കെ എപ്പോഴും നമ്മുടെ മനസ്സിൽ ഉണ്ടായിരിക്കണം. അതുകൊണ്ട് നമുക്ക് ഓർക്കാം, ഞാൻ ആരെയും ഉപദ്രവിക്കത്തില്ല, മറ്റുള്ളവരെ ഞാൻ ഉപദ്രവിക്കത്തില്ല, അവരോട് ഞാൻ ക്ഷമിക്കും. അങ്ങനെ ഒരു നല്ല തീരുമാനം നമ്മുടെ മനസ്സിലെടുക്കാം. റെഡിയാണോ? റെഡിയാ അല്ലേ? അപ്പം നമ്മൾ വഴക്കൊന്നും കൂടാതെ കുഞ്ഞിഷ്ടക്കേടൊക്കെ വരുമ്പോൾ മറ്റുള്ളവരെ അടിക്കുകയും വഴക്കൂടുകയൊന്നും ചെയ്യരുത് കേട്ടോ. നല്ല കുഞ്ഞുങ്ങളായിട്ട് വളർന്നു വരണം. അപ്പം നമുക്ക് മരിയകുര്യത്തെ പോലെ വിശുദ്ധരായിട്ട് തീരാനായിട്ട് സാധിക്കും. മനസ്സിലുറപ്പിച്ചോ? ഉറപ്പിച്ചല്ലേ? അപ്പം നമ്മുടെ ഈശോ നമുക്ക് വേണ്ടി കുരിശിൽ മരിച്ച ഈശോയെ പ്രകീർത്തിച്ചുകൊണ്ട് പ്രാർത്ഥനാപൂർവം ഒരു കൊച്ചു പാട്ട് നമുക്ക് പാടാം അല്ലേ? റെഡിയല്ലേ എല്ലാവരും? റെഡിയാണ്. അപ്പം നമ്മളിപ്പോൾ ഈ വീഡിയോയിൽ ഒരു കൊച്ചു പാട്ട് കേൾക്കും. അതെങ്ങനെയാണ് പാടേണ്ടതെന്ന് അറിയാവോ? നമുക്ക് വേണ്ടി കുരിശിൽ മരിച്ച ഈശോയെ മനസ്സിലോർത്ത് കൈകളൊന്ന് കൂട്ടിപ്പിടിച്ചേ. കൈകൾ കൂട്ടിപ്പിടിച്ച് പ്രാർത്ഥനയോടെ ആ ഗാനത്തോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കുരിശിനാലേ ലോകമൊന്നായി വീണ്ടെടുത്തവനേ, താണു ഞങ്ങൾ വണങ്ങുന്നു ദിവ്യപാദങ്ങൾ. കുരിശിനാലേ ലോകമൊന്നായി വീണ്ടെടുത്തവനേ, താണു ഞങ്ങൾ വണങ്ങുന്നു ദിവ്യപാദങ്ങൾ. ഇന്ന് നമ്മൾ കുറേ കാര്യങ്ങൾ പഠിച്ചല്ലേ? അപ്പോൾ ഇന്ന് ക്ലാസ് നമ്മുടെ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് 1-2 ഹോംവർക്ക് നമുക്ക് ചെയ്യാനുണ്ട്. ഈശോ പറഞ്ഞ കാര്യങ്ങൾ പൂരിപ്പിക്കാൻ വേണ്ടി നിങ്ങൾക്കൊരു ഭാഗം തന്നിട്ടുണ്ട്. അത് നിങ്ങൾ ചെയ്യണം. ഈശോയുടെ കുരിശിലെ പ്രാർത്ഥന അത് നിങ്ങൾ പൂരിപ്പിച്ച് ചെയ്യാനുണ്ട്. അതും ചെയ്യണം. പിന്നെ 2-3 ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതി നമ്മൾ ടീച്ചറിന് അയച്ചു കൊടുക്കാനുണ്ട്. അപ്പോൾ നമ്മൾ അതും ചെയ്യണം. അങ്ങനെ നമ്മളിതെല്ലാം ചെയ്ത് ഫോട്ടോ എടുത്ത് നിങ്ങളുടെ ക്ലാസ് ടീച്ചറിന് നിങ്ങൾ അയച്ചു കൊടുക്കണം. ഇടയ്ക്കൊക്കെ കാണുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് ടീച്ചർ ഇടയ്ക്ക് നിങ്ങളുടെ അടുത്ത് വരും, ഇടയ്ക്ക് ശ്രദ്ധിക്കും. റെഡിയല്ലേ? റെഡിയാണല്ലേ? അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഈശോയ്ക്ക് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കണ്ടേ? പ്രാർത്ഥിക്കണം. കൈകൾ കൂട്ടിപ്പിടിക്കാം, കണ്ണുകൾ അടയ്ക്കാം. ഈശോയോട് നമുക്ക് പ്രാർത്ഥിക്കാം. എനിക്ക് വേണ്ടി കുരിശിൽ മരിച്ച എൻ്റെ ഈശോയെ, എനിക്ക് വേണ്ടി വേദനകളും പീഡകളും സഹിച്ച ഈശോയെ, കുഞ്ഞായ ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു, അങ്ങേക്ക് നന്ദി പറയുന്നു. ഈശോയെ പോലെ കൊച്ചു കൊച്ചു വേദനകൾ ഉണ്ടാകുമ്പോൾ അതിനെ സ്വീകരിക്കാൻ എന്നെ പഠിപ്പിക്കണമേ. എന്നോട് വഴക്കുണ്ടാക്കുന്നവരോട് ക്ഷമിക്കാൻ എന്നെ പഠിപ്പിക്കണമേ. പാപം ചെയ്ത് ഇനി ഒരിക്കലും ഈശോയെ വേദനിപ്പിക്കാതിരിക്കാൻ
എന്നെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ അമ്മേ, ഉണ്ണീശോയെ വളർത്തിയതുപോലെ എന്നെയും അമ്മ വളർത്തണമേ. എൻ്റെ കാവൽമാലാകിയെ എനിക്ക് എപ്പോഴും കൂട്ടായിരിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ.